ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻറ്റസി ഗുരു. ഗെയിം വീക്സ് ആണ് ഇവർ സംസാരിക്കുന്ന ഫാൻറ്റസി ഗുരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിൻ്റെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ളത് ഗെയിം വീക്സ് അവരാണ്. നമ്മൾ നാളെ സംസാരിക്കാൻ പോകുന്നത് കോൾ പാൽമറിനെ പറ്റിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കി അറിയാം, എല്ലാ ആൾക്കാരും പാൽമറിനെ മേടിക്കാനുള്ള ഓട്ടത്തിലാണ്. വളരെ നല്ല കാര്യമാണ്. ചെൽസിയുടെ മെയിൻ കളിക്കാരനാണ്. കഴിഞ്ഞ കളി ബ്രൈറ്റനെതിരെ ആർട്ടിക്കിൾ 25 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഹീസ് ഓൺ പെനാൽറ്റി, സോ ഹീസ് ഓൺ ഫ്രീ കിക്ക്. സോ വളരെ സ്വാഭാവികമാണ് പാൽമറിനെ മേടിക്കാനായിട്ട് ആളുകൾ തിരക്കൂട്ടുന്ന ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു കളിയിൽ ഒരു ഗോൾ അടിച്ചു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചു വരുന്നു, അല്ലെങ്കിൽ എല്ലാ കളിയിലും പുള്ളി ഹാട്രിക് അടിക്കും എന്നുള്ള വിചാരം തൽക്കാലം അത്രയുള്ള വിചാരത്തിൽ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് പരിശോധിച്ച് പോകാം. കഴിഞ്ഞ കളിയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ബ്രൈറ്റനെതിരെയായിരുന്ന കളി ബ്രൈറ്റൻ കീപ്പ് ചെയ്ത് വളരെ വലിയൊരു ഹൈലൈനാണ്. അതായത് അവരുടെ മെയിൻ 2 സെൻട്രൽ ബാക്കുകളില്ലാത്ത ഒരു ടീം വെച്ചിട്ട് അവർ ചെൽസി പോലുള്ള അറ്റാക്കിങ് എന്ന് വെച്ചാൽ പേസി വിങ്ങേഴ്സുള്ള മധുവാക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജാക്സണൊക്കെ ആണെങ്കിൽ ഭയങ്കര പേസുള്ള അറ്റാക്കേഴ്സാണ്. ഇവർക്കെതിരെ അത്രയും ഹൈലൈൻ ഡിഫൻസ് കളിച്ചു എന്ന് പറഞ്ഞത് ഏത് ടാക്ടീസ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അമ്പേ പാളിപ്പോകുന്നൊരു കാഴ്ച കാണുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ പാൽമർ കയറി അഴിഞ്ഞാടുകയും ചെയ്തൊരു കാഴ്ചയാണ് ബ്രൈറ്റനെതിരെ കണ്ടത്. അങ്ങനെയാണ് പാൽമറിന് ആ ഒരു സ്കോർ വന്നത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പാൽമർ ഒരു മോശം കളിക്കാരൻ ഞാൻ പറഞ്ഞു വയ്ക്കില്ല. പാൽമർ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. പക്ഷെ ഇപ്പോൾ ഇടിപിടിന്ന് എടുത്തിട്ട് ഉള്ള ടീമിലുള്ള എല്ലാവരും വിറ്റ് തുറച്ചിട്ട് പാൽമറിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നേടാന്നൊരു തോന്നലുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തോന്നൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, പാൽമറിനെ സംബന്ധിച്ച് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളിക്കാരൻ നല്ലതാണെങ്കിൽ ഫിക്സ്റ്റേഴ്സ് നോക്കുമ്പോൾ ഗെയിം വീക്ക് 11 വരെ കൈൻഡ് ഓഫ് ടഫ് ഫിക്സ്റ്റേഴ്സ് ആണ് വരുന്നത്. അവരുടെ ഫിക്സ്റ്റേഴ്സിന് വരുന്നത് ലിവർപൂൾ അവേ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഹോം, ന്യൂകാസിൽ ഹോം, യുണൈറ്റഡ് അവേ, ആഴ്സണൽ ഹോം. സോ ഇത്തരം കളി ടീമുകൾക്കെതിരെ പാൽമർ ഗോൾ അടിക്കില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗോൾ അടിക്കും എന്ന് കരുതി വലിയൊരു ഏറ്റവും കൂടുതൽ പോയിന്റ് ആ വീക്കുകളിൽ നേടുന്ന കളിക്കാരനാവുമെന്ന് വെച്ചാൽ ആകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒപ്പോണൻസിന്റെ എതിരെ തന്നെ കഴിഞ്ഞ സീസണിൽ പാൽമർ നേടിയിരിക്കുന്നത് 2 ഗോളും 2 അസിസ്റ്റുമാണ്. ആ 2 ഗോളിൽ തന്നെ 1 ഗോൾ പെനാൽറ്റി ആയിരുന്നു. അതാണ് ഈ ടീമുകൾക്കെതിരെയുള്ള പാൽമറിന്റെ കോൺട്രിബ്യൂഷൻ ലാസ്റ്റ് സീസൺ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളൊരു ടീമിലെ എല്ലാവരെയും ഉടച്ചു കളഞ്ഞു. അതായത് ലെറ്റ്സ് മെയിനായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്കയെ കൊടുത്തിട്ട് പാൽമറിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മൂവ് ഇപ്പോൾ നടത്താതിരിക്കും. ബിക്കോസ് സാക്ക ഈസ് പ്ലേയിങ് അഗൈൻസ്റ്റ് സൗത്താംപ്ടൺ ഇൻ ഹോം. അതായത് സൗത്താംപ്ടന്റെ ഏറ്റവും മോശം ഡിഫൻസിനെതിരെ സാക്ക ഒരു ക്യാപ്റ്റൻസി ഓപ്ഷൻ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാക്കയെ വിറ്റുകൊണ്ട് വളരെ ടഫ് ഫിക്ചേഴ്സ് ഉള്ള ഗെയിം വീക്കിലാണ് വളരെ ടഫ് ഫിക്ചേഴ്സ് ഉള്ള പാൽമറിനെ ഇപ്പോൾ എടുത്തുകൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ സലയെ കൊടുത്തിട്ട് പാൽമറിനെ കൊണ്ടുവരിക എന്നുള്ള അതിബുദ്ധി കാണിക്കുന്നവരടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ തീരുമാനം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പാൽമർ വാങ്ങുന്നു, അതുകൊണ്ട് ഞാൻ പാൽമർ വാങ്ങണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ടതില്ല. ഇച്ചിരി ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു പാൽമറിനേക്കാളും അടുത്ത ഗെയിം വീക്ക് 11 വരെ സീലിംഗ് സാക്കിയാണ്. എന്നിരുന്നാൽ പോലും ഗെയിം വീക്ക് 11 ശേഷം വീണ്ടും പാൽമറിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാക്കുക പാൽമറിനെ ഡൗൺ ടു ലൈൻ യു ഹാവ് ടു ബൈ ഇൻ സം പോയിന്റ് ഓഫ് ടൈം. പക്ഷേ ഇപ്പോൾ ഇടിപിടിയുന്ന ടീം തച്ചുടച്ചുകൊണ്ട് ടീമിനായിട്ട് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് പറയാൻ പ്രത്യേകിച്ച് കാര്യം 13,35,606 കളിക്കാർ മാനേജേഴ്സ് ഓൾറെഡി സാക്കി വിറ്റ് പാൽമറിനായിട്ട് മാറിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ബുദ്ധി ആ ഒരു മൂവ് ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്കൊരു ഈസി പാൽമർ സ്വിച്ച് ഉണ്ട്. വേറൊരു അസറ്റുകൾ പുറത്തില്ല. ഇപ്പോൾ ലെറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഇരിക്കുകയാണ്, നിങ്ങൾക്കൊരു ബാങ്കിൽ കുറച്ച് പൈസയും കിടക്കുവാണ്, വേണമെങ്കിൽ ബ്രൂണോ ടു പാൽമറൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സാക്ക ടു പാൽമർ എക്സ്പെഷ്യലി വെൻ ഈസ് പ്ലേയിങ് അഗൈൻസ്റ്റ് സൗത്താംപ്ടൺ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ഫോർ മീ. സോ അതാണ് ഈ പാൽമറിന്റെ ഈ ട്രെൻഡിനെ പറ്റി പറയാനുള്ളത്. ഇതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കളിക്കാരൻ്റെ പേരാണ് ഡൊമിനിക് സൊളാങ്കി ഫ്രം ടോട്ടൻഹാം. ഗെയിം വീക്ക് 4 ശേഷം പുള്ളി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചെത്തി. കഴിഞ്ഞ 3 കളികൾ ടോട്ടൻഹാമിന് വേണ്ടി കളിച്ച 3 കളികളിലും ബാക്ക് ടു ബാക്ക് ഗോൾ അടിച്ച കളിക്കാരനാണ് സൊളാങ്കി നല്ലൊരു ബൈ ആയിരിക്കും. ഈ ഫിക്സ്റ്റേഴ്സ് വളരെ ഫേവറബിൾ ആണ്. ഫിക്സ്റ്റേഴ്സ് മാത്രമല്ല, ഗെയിം വീക്ക് 4 പുള്ളി ഇൻഷുറൻസ് തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ഡൊമിനിക് സൊളാങ്കി. അതുപോലെ എക്സ്പെക്ടഡ് ഗോൾ 3.08 ഹൈയസ്റ്റ് ഇൻ ദ ലീഗ്, എക്സ്പെക്ടഡ് ഗോൾ ഇൻവോൾവ്മെന്റ് 3.2 ഹൈയസ്റ്റ് ഇൻ ദ ലീഗ്. സോ അതാണ് ഡൊമിനിക് സൊളാങ്കിയുടെ സ്റ്റാറ്റ്സ് ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൻഹാം എന്ന ടീമിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അറ്റാക്കിംഗ് സൈഡ് വളരെ ഗുഡാണ്. എക്സ്പെഷ്യലി അവരുടെ പോസ്റ്റ് ഗോഗുൾ എന്ന് പറഞ്ഞ കോച്ചിൻ്റെ ഒരു ടാക്ടിക്സ് എന്ന് വെച്ചാൽ എപ്പോഴും സെൻട്രൽ സ്ട്രൈക്കർക്ക് എപ്പോഴും വലിയ റോളുണ്ട്. അതായത് എവിടെ വെച്ച് എന്ത് കളി നടന്നാലും at the end there should be a cross and that cross has to reach to the center forward number 9 എത്തിക്കുക എന്നുള്ളൊരു രീതിയിലാണ് അവർ കളിച്ചു വരുന്നത്. അത് നമുക്ക് കളി കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഗോഗുളിൻ്റെ ടീമിൽ ഒരു സ്ട്രൈക്കറെ ഒരു 7.5 മില്യൺ വിലയുള്ള സ്ട്രൈക്കർ എടുത്ത് വയ്ക്കുക എന്നുള്ളത് ഒരു നല്ല മൂവ് തന്നെയായിരിക്കും. എക്സ്പെഷ്യലി കൺസിഡറിംഗ് ദർ ഫിക്ചേഴ്സ്. ലാസ്റ്റ് ഗെയിം സൺ ഇല്ലാണ്ട് കളിച്ചിടുകയും കുലിസ്വേസ്ക്കും മാഡിസനും കൂടെ കൂടി 3 ഗോളാണ് യുണൈറ്റഡിന് അടിച്ചു കൊടുത്തത്. അതിനകത്തൊരു ഗോൾ സോളങ്കി സ്വന്തമാക്കുകയും ചെയ്തു.
അതല്ലാതെ മാത്രമല്ല ലീഗിൽ ഈ ലീഗിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടീം അതും ടോട്ടൻഹാമാണ്. 26 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ എടുത്തു വെക്കുന്ന മറ്റൊരു സ്റ്റാറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കളി ശൈലി വെച്ചിട്ട് എല്ലാ ടീമുകളും ഈ പറഞ്ഞ ഗോൾ കീപ്പറിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് കാണുന്നത്. ആ ലോങ് ബോൾസ് കളിക്കുന്നത് എല്ലാവരും ഗോൾ കീപ്പർ, സെൻട്രൽ ഡിഫൻഡർ, അവിടെ നിന്ന് ഇൻവെർട്ടർ ഫുൾ ബാക്ക്, പിന്നെ ഡബിൾ പിവോറ്റ്, അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പം അത്തരം ടീമുകൾക്കെതിരെ ടോട്ടൻഹാമിൻ്റെ ഒരു ഫൈനൽ തേർഡിൽ, അതായത് ഈ പ്രസിംഗ് സ്റ്റൈലിൽ, അതായത് പൊസിഷൻ 1 എന്ന ഫൈനൽ തേർഡ് ഏറ്റവും കൂടുതൽ തവണ പൊസിഷൻ റിക്കവർ ചെയ്തിരിക്കുന്ന ഫൈനൽ തേർഡ് ടോട്ടൻഹാമാണ്. സോ അത്തരം അങ്ങനത്തെ ടീമുകൾക്കെതിരെ ടോട്ടൻഹാമിന് പൊസിഷൻ 1 ചെയ്യാനും അതൊരു കൗണ്ടർ അറ്റാക്ക് മാറ്റാനും ഉള്ള കഴിവ് വളരെ വലുതാണെന്ന് പോസ്റ്റ്കോഗ്ലോ കോച്ചിന്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സോളാങ്കി നല്ലൊരു ബൈ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് സോളാങ്കിയെ വിടുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു കൺഫ്യൂഷനാണ്. എസ്പെഷ്യലി ആഴ്സണലിന്റെ ഒരു നല്ല ഫിക്സേഴ്സ് വരുമ്പോൾ ഈ പറഞ്ഞാൽ കുറെ ആളുകൾ വിചാരിക്കുന്ന മറ്റൊരു സ്ട്രാറ്റജി സാക്കിയെ കൊടുത്ത് പാൽമറിനെ കൊണ്ടുവരാം, പിന്നെ എന്നിട്ട് വേണമെങ്കിൽ സാക്കിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ട്രൊസാർഡിനെ മാർട്ടിനെയും എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ടു പോകാൻ ചിന്തിക്കുന്ന ആളുകളുണ്ട്. തെറ്റ് പറയുന്നില്ല. ഇന്നത്തെ പോലും ട്രൊസാർഡ് ആൻഡ് മാർട്ടിൻ ഇവരെ ആര് ടീമിലായിട്ട് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 കളികളിലായിട്ട് ട്രൊസാർഡ് നമ്പർ 9 ആയിട്ടും ഹാവേർട്സ് മിഡ്ഫീൽഡിലാണ് കളിക്കുന്നത് ഓൺ പേപ്പർ. പക്ഷേ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില സമയത്ത് ഇവർ കയറി കളിക്കുന്നത്, ചില സമയത്ത് ഹാവേർട്സ് സ്ട്രൈക്കറായിട്ട് കാണുന്നുണ്ട്. നൗ അവരുടെ മറ്റൊരു ഫോർവേഡായിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള മറീനോ തിരിച്ചെത്തിയിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം ഫിറ്റ് പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയപ്പോൾ ഈ ട്രൊസാർഡിന് തീർച്ചയായിട്ടും ലെഫ്റ്റ് വിങ്ങിനായിട്ട് മാറേണ്ടി വരും മറീനോനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ വീണ്ടും മാർട്ടിനായിട്ടൊരു കോമ്പറ്റീഷൻ വരികയും പ്ലേയിങ് ടൈം ഗണ്യമായി കുറയാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇറ്റ്സ് എ ടോസ് ബിറ്റ്വീൻ മാർട്ടിനെ ആൻഡ് ട്രൊസാർഡ്. അതിൻ്റെ ആരിറങ്ങും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഗ്രാഹ്യമില്ല. അത് ആർട്ടേറ്റയുടെ കയ്യിൽ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ട്രൊസാർഡ് മാർട്ടിനെ വെച്ചുകൊണ്ട് സാക്കെ കവർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർ അത് മറന്നേക്കാം. അത് ചിലപ്പോൾ കവർ ആവാനുള്ള ചാൻസ് ഇല്ല. അവർ ഈസിലി റൊട്ടേറ്റബിൾ ആണെന്ന കാര്യം ഓർമ്മിച്ചുകൊള്ളുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ വീക്കിൽ അവസാനത്തെ ടോപ്പിക്ക് ക്യാപ്റ്റൻസി ആർക്ക് എന്നാണ്. ലാസ്റ്റ് വീക്ക് ആദ്യമായിട്ട് എർലിംഗ് ഹാലൻഡ് ബ്ലാങ്ക് ചെയ്തൊരു വീക്കായിരുന്നു. ആ കളിയെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റിയുടെ അടുത്ത കാലത്ത് നടന്നതിൽ ഏറ്റവും മോശം കളി, എക്സ്പെഷ്യലി അവരുടെ മിഡ്ഫീൽഡ് പൂർണ്ണ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. കെവിൻ ഡി ബ്രൂയിനെ ചേർന്നു, ഫിൽ ഫോഡൻ സ്റ്റാർട്ട് ചെയ്തില്ല. അറ്റാക്കിന്റെ എല്ലാ ഉത്തരവാദിത്വം ഗുണ്ടോഗനിലായിരുന്നു. ഗുണ്ടോഗൻ ഈ റേസിന്റെ കളിച്ചത് ഏറ്റവും മോശം കളി കളിച്ചു. അങ്ങനെ സിറ്റിയെ ഡ്രോ ആയിപ്പോയും ചെയ്തു. അതുകൊണ്ട് ഹാലൻഡ് എന്തായി ബ്ലാങ്കായി എന്ന് കരുതി ഹാലൻഡ് ഒന്നും ബ്ലാങ്കാന്ന് പറയാൻ കഴിയും? എന്നെ സംബന്ധിച്ചത് പറയാൻ കഴിയില്ല. എക്സ്പെഷ്യലി KDB റിട്ടേൺ നമുക്ക് ന്യൂസ് കണ്ടാൽ ഹാലൻഡ് വലിയൊരു അപ്പീലാണ്. അതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫോഡൻ സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് അതിൻ്റെ ഒരു മൊത്തത്തിലൊരു തുക പറയുകയാണെങ്കിൽ, ഒരു കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ ഒരു 32 ഗെയിം വീക്കോ അല്ലെങ്കിൽ 30 ഗെയിം വീക്കോ ഹാലൻഡ് ക്യാപ്റ്റൻസി ആയിരിക്കും വരാൻ പോകുന്നത്. സിറ്റിയുടെ ഫിക്സേഴ്സ് വെച്ച് ഞാൻ പറയണം 1-2 ഗെയിമുകളിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ ഫുൾഹാമിന്റെ ഡിഫൻസ് അത്ര വലിയ ഡിഫൻസ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഫുൾഹാം ഇതൊരു നല്ല ടീമിനെ എതിരായിട്ട് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫുൾഹാമിനുള്ള ഡിഫൻസീവ് സ്റ്റാറ്റ്സ് എന്ന് വെച്ചാൽ അവർ മോശം ടീമുകൾക്കെതിരെ കളിച്ചപ്പോഴുള്ള സ്റ്റാറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കളിയിൽ ഹാലൻഡ് ബ്ലാങ്ക് ആയെന്ന് പറഞ്ഞ് ഇനി അടുത്ത കളിയിൽ വേറൊരാളെ വെക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ക്യാപ്റ്റൻസ് ചോയ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ്സ് എർലിംഗ് ഹാലൻഡ് അഗൈൻസ്റ്റ് ഫുൾഹാം തന്നെയാണ്. അതല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സല ഓർ സാക്ക. ഇതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി ഈ പറഞ്ഞത് ക്യാപ്റ്റൻസി മെട്രിക്സ് എന്ന് പറയാൻ കഴിയുന്നത്. സോ ഇതെല്ലാമാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ പറയാനുള്ളത്. പനിയുടെ ചെറിയൊരു തുടക്കം കൊണ്ട് തൊണ്ടയൊന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല. പക്ഷേ സഹിക്കുക, ക്ഷമിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖത്തറിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ആരെങ്കിലും കുട്ടികൾ ഫുട്ബോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് ഞാൻ നടത്തുന്ന ഒരു അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ളതൊക്കെ എന്നുമായി ബന്ധപ്പെട്ടാൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വളരെ മികച്ച അക്കാഡമി ആയിരിക്കും. ഇറ്റ്സ് വർത്ത് ജോയിനിങ് ആയിരിക്കും. അത് മാത്രം ഉണർത്തിക്കുന്നു. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. അതുവരെ ഗുഡ് ബൈ.